ഓക്കെ ഗൈസ്, അപ്പോൾ ഓണമൊക്കെയാണ്, നമുക്ക് ഓണം തിരുവോണമാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെ ഇത് കാണുന്നത് കേട്ടോ. എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സംഭവം ഇത് മസ്റ്റ് ആയിരിക്കും. പിട്ട്, നേന്ത്രപ്പഴം പുഴുങ്ങിയത്, പപ്പടം. ഇതിങ്ങനെ കഴിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കില്ല, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. കാരണം ഇതിനെക്കാട്ട് നിറയെ വിഭവങ്ങളൊക്കെ പല വീട്ടിലും കാണും, പക്ഷേങ്കിൽ ഇത് എല്ലായിടത്തും മസ്റ്റ് ആയിരിക്കും. പിട്ട് എന്തായാലും ഉണ്ടാവും, നേന്ത്രപ്പഴം പുഴുങ്ങിയത്, പപ്പടം. ഈ സംഭവം ഇത് നേരെ സെൻറ്ററിലങ്ങ് വെക്കുക, എന്നിട്ട് ചെറുതായിട്ട് അങ്ങ് ഉടയ്ക്കുക. ഇങ്ങനെ അങ്ങ് ഉടച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് ഇതാവും. എന്നിട്ട് തന്നെ ഇതിൻ്റെ മുകളിലുണ്ടല്ലോ ഈ പപ്പടം ഇങ്ങനെ കഴിക്കുക. എന്നിട്ട് ഒരൊറ്റ പിടുത്താണ്, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ ഈ പിട്ടും പപ്പടം കൂടി ഒരൊറ്റ ലെവലിലാവും കേട്ടോ. പിട്ടും അവിടെ കുഴച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒരു പഴം എടുക്കുക, നേന്ത്രപ്പഴം നീറ്റായിട്ട് ഈ തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് ഒരു പേപ്പർ റോൾ വരെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടും. ഇതിനെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു മിക്സിങ് അങ്ങ് ചെയ്യുക. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിട്ടും പപ്പടവും ഈ നേന്ത്രപ്പഴം, ഇതാണ് ഓണത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ചിലയിടത്ത് കടലക്കറിയെല്ലാം കാണും, പക്ഷേ കടലക്കറിനെക്കാട്ടും എനിക്കിഷ്ടം അതല്ല ഈ പിട്ടും പപ്പടവും പഴം കൂടി. ഇതിങ്ങനെ അങ്ങോട്ട് കുഴച്ച് പേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, സംഭവം ഒരു ലെവലാവും. ഇങ്ങനെ ലെവലായി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഈ മൂന്നും കൂടി ചേർന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കഴിക്കുക. എന്താ ടേസ്റ്റ് എന്നറിയാം. കാരണം ഇത് എപ്പോഴൊന്നും ഉണ്ടാക്കില്ല, ചെറിയ വിഷു അതൊക്കെ, പക്ഷേ ഓണത്തിന് എന്തായാലും എല്ലാ വീട്ടിലും ഇത് മസ്റ്റായിരിക്കും. അപ്പോൾ ഞാനേതായാലും കഴിക്കുകയാണ്. ഇനി നമുക്ക് ലഞ്ചിലേക്ക് പോകാം. ലഞ്ചിലേക്ക് സാധനങ്ങളോട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉച്ചയാകുമ്പോഴേക്ക് ഇതേമാതിരി നിറയെ വിഭവങ്ങളൊക്കെ കാണും. അതുപോലെ ലഞ്ചിൻ്റെ അപ്പുറം കാണിച്ചു തരാം. പിന്നെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാം. ഈ കഴിച്ചിട്ട് വേണം പോയിട്ട് പൂക്കളത്തിൻ്റെ ഷൂട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നല്ല സൂപ്പർ കട്ടൻ ചായ ഉണ്ട്. ചിലയിടത്ത് പാൽച്ചായ കാണും, പക്ഷേ എനിക്ക് കട്ടൻ ചായ ഇഷ്ടമാണെങ്കിൽ കട്ടൻ ചായ മതി പറഞ്ഞു. അപ്പോൾ നല്ല തൊണ്ടയൊക്കെ തടയാനുണ്ടെങ്കിൽ ലൈറ്റായിട്ടൊരു സിപ്പ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഗൈസ്, ഉച്ചയ്ക്ക് കാണാം കേട്ടോ.